അവിടെ എത്തി. കേട്ടോ നിങ്ങൾ, ഇപ്പൊ അടുത്ത് നടന്നൊരു സമ്മേളനത്തിൽ അവർ വലിയ അനാചാരങ്ങൾ വന്നപ്പോൾ അനാചാരങ്ങൾക്കെതിരിൽ അതത് കാലഘട്ടത്തെ പണ്ഡിതന്മാർ, അതിൽ അഇമ്മത്തുൽ അർബഅത്തുണ്ട്, ആ സഹാബിമാരുണ്ട്, സഹാബിമാരുടെ താബിഈകളുണ്ട്, ഭരണകർത്താക്കളായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകളുണ്ട്. നബിയിൽ നിന്ന് നേരിട്ട് കേട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബൂ മൂസൽ അശ്അരി, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹും. അതിനുശേഷം അവരുടെ പിൻഗാമികളായ അഇമ്മത്തുൽ അർബഅ, ഇമാം മാലിക്. സഹാബത്തിന്റെ പിൻഗാമികൾ ആരാണ്? അഇമ്മത്തുൽ അർബഅ. ആരാ അഇമ്മത്തുൽ അർബഅ? സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഇമാമുൻ മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹ്. ഇത്ര കാലം ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് മദ്ഹബൊന്നും വേണ്ട, 4 മദ്ഹബ് വേണ്ട, ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി വേണ്ട. എന്നിട്ടോ ഇവർക്ക് കുലുക്കി. അതിന്റെ കുലുക്കി മദ്ഹബ് പറഞ്ഞാല്, അതിന്റെ കുലുക്കി മദ്ഹബ് പറഞ്ഞാല് 4 ഒട്ടും എന്നിട്ട് കുലുക്കി നോക്കും, എന്നിട്ട് ഏത് എളുപ്പമുള്ള സ്വീകരിക്കാം. അതിന് കുലുക്കി മദ്ഹബ് ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നു 4 മദ്ഹബിന്റെ ഇമാമുകൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. ബാക്കി ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം, അവരെ പോലെയുള്ള മഹാന്മാരുണ്ടായിരുന്നു. അവരെ പിന്തുടർന്ന് ജീവിച്ച ഒരുപാട് വലിയകളും സാലിഹികളുമായിട്ടുള്ള വലിയുകൾ. പടച്ചറബേ, അടുത്ത കാലം വരെ പ്രസംഗിച്ചെന്താ അങ്ങനെ ഔലിയാക്കളൊന്നും പറയണ്ട, അങ്ങനെ ഔലിയാക്കൾ നമ്മൾ തീരുമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുന്നു 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം ഔലിയാക്കൾ വന്നിട്ടുണ്ട്, ഇവിടെ സ്വാലിഹീങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ പറയട്ടെ, ആരാണ് അതൊക്കെ? അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാണ് ഈ പറയുന്നത്? ഒരു കാലത്ത് അൽമനാറിൽ എഴുതി വെച്ചെന്തറിയോ? വേദനയുണ്ട് നമുക്ക്, പ്രയാസമുണ്ട് നമുക്ക്. എന്താ അൽമനാറിൽ എഴുതി വെച്ചത്? യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും കാണുവത് നാരായണ ശ്രുതിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമ നമ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ശിരസിൽ കയറിക്കൂടിയിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. ആണ് മുഹിയുദ്ദീൻ എന്നല്ല വിളിക്കേണ്ടത്, മുഹിയുദ്ദീൻ. എന്താ വ്യത്യാസം? മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ അർത്ഥം ദീനിനെ ഹയാത്താക്കിയ മഹാൻ. മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാലോ തീറ്റ ഹയാത്താക്കിയ ആള്. മുഹിയുദ്ദീനല്ല വിളിക്കേണ്ടത്, മുഹിയുദ്ദീനാണെന്ന് വരെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ആളുകൾ ഇപ്പൊ പറയുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ആ പാരമ്പര്യം, അതാണ് ശരിയായ പാരമ്പര്യം. മാഷാ അല്ലാഹ്. ഇപ്പൊ എവിടെത്തി? മുഹിദ്ദീഷയിലേക്ക് എത്തി. ഇതേതാ പുസ്തകം? ഡോക്ടർ കെ സക്കരിയ സലാഹി അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു മുഹിദ്ദീഷയുടെ അവിടെ നിന്നാ പോരാ. ഒരു മസ്അല പറയുമ്പോ, ഒരു വിഷയം പറയുമ്പോ 14 നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ ആ വിഷയത്തെ കുറിച്ച് എന്ത് നിലപാട് സ്വീകരിച്ചു അത് നോക്കിയിട്ടേ പറയാവൂ. എവിടെത്തി? സമസ്തനോടെത്തി. എത്തി. ഈ പുസ്തകത്തെ കൃത്യമായി ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 14 നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ ഒരു വിഷയത്തെ കുറിച്ച് എന്ത് പറയുന്നു? നമ്മൾ എന്താ പറയാൻ കാരണം അറിയോ? ഇവര് സിഹിറുണ്ടെന്ന് പറഞ്ഞു. ആര്? മുജാഹിദിലെ വിസ്ഡം ഗ്രൂപ്പ്. മറുവിഭാഗം മടവൂരി ഭാഗം പറഞ്ഞു സിഹിറില്ല. അപ്പൊ അതിന്റെ പേരിൽ ഭയങ്കര ആരോപണങ്ങളായി. അപ്പൊ ഇവർ പറയാൻ തുടങ്ങി, നമ്മൾ അങ്ങനെ സിഹിർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷിർക്കാകും എന്നാണ് വാദമെങ്കിൽ ഇമാമിങ്ങളൊക്കെ മുഷിരിക്കാകൂലേ? പണ്ട് നമ്മൾ ചോദിച്ചില്ലേ, ഇസ്തിഹാസ ഷിർക്കാണെങ്കിൽ പൂർവികരൊക്കെ മുഷിരിക്ക. അപ്പൊ ഞങ്ങൾക്ക് പൂർവികരെ നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഒരു കയ്യിൽ ഖുർആനുണ്ട്, ഒരു കയ്യിൽ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയുന്നു നമ്മളൊരു വിഷയം പറയുമ്പോൾ ഇമാമിങ്ങളെ നോക്കണം. നോക്കൂ നിങ്ങൾ, ഫൈസൽ മൗലവിയും അഥവാ വിസ്ഡം ഗ്രൂപ്പും തമ്മിൽ സിഹിറുമായി കൊണ്ട് തർക്കമുണ്ടായി, ഒരു സംവാദം ഉണ്ടായി. സിഹിർ ഫലിക്കുന്ന ഒരു ടീം, സിഹിർ ഫലിക്കൂല. അപ്പൊ വിസ്ഡം ഗ്രൂപ്പ് ചോദിക്കാണ്, സിഹിർ ഫലിക്കുന്ന വിശ്വസിച്ചാൽ മുഷിരിക്കാകുമെങ്കിൽ ഇമാം ബുഖാരി മുഷിരിക്കാകൂലേ? ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഷിരിക്കാകൂലേ? എണ്ണി ചോദിക്കട്ടെ. ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബുൽ ഹസൻ അശ്അരി, ഇമാം ഖത്താബി, ഇമാം മുഹല്ലബ്, ഇമാം ബഗവി, ഇമാം മാസിരി, ഇമാം ഖാദി ഇയാദ്, ഇമാം ഇബ്നു ഹുബൈറ, ഇബ്നു ഖുദാമ, ഇമാം ഖുർത്തുബി, ഇമാം നവവി, ഇബ്നു തൈമിയ്യ, ഇബ്നു കസീർ, ഇബ്നു ഖയ്യിം, ഇബ്നു അബ്ദുൽ അസീസ് നഫി, അതേപോലെ ഇസ്മായിൽ സുൻആനി മുതൽ ഇങ്ങോട്ട് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹു അടക്കമുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ, ഇനി കെ എം മൗലവി, അമാനി മൗലവി അടക്കമുള്ളവർ, ഇവരൊക്കെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയുന്നു. സിഹിറിന് ഹഖീഖത്തുണ്ട്, തഅ്സീറുണ്ട് എന്ന് പറയുന്നു.
എങ്കിൽ നിങ്ങളുടെ വാദപ്രകാരം ചോദ്യം എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആരൊക്കെ? ഷാഫി ഇമാമൻ തുടങ്ങിയിട്ട് എവിടെ എത്തി? കെ എം മൗലവിയിലെത്തി. ഇവരൊക്കെ സിഹിറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. സിഹിറിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മുഷിരിക്കാകുമെങ്കിൽ ഇവരൊക്കെ മുഷിരിക്കാവണ്ടേ? അവിടെ നമ്മൾ അങ്ങനെ തള്ളി പറയാൻ പാടില്ല. ഒരു വിഷയം പറയും, പൂർവികർ എന്ത് നിലപാട് സ്വീകരിച്ചോ എന്നാ പിന്നെ എല്ലാ വിഷയത്തിലും നമുക്ക് അങ്ങനെ സ്വീകരിക്കാം. ഇതപ്പം നബിദിനം വന്നു അല്ലെ, നബിദിനം വരിക. ഇനി പറ്റോ പറ്റൂലേ? നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളായിട്ട് തീരുമാനം പറയണ്ട. പൂർവികരായ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു? പൂർവികരായ മഹത്തുക്കൾ എന്ത് പറഞ്ഞു? കെ എം മൗലവി എന്ത് പറഞ്ഞു? അത് നോക്കാം. എന്നാ അവിടെ നിൽക്കുക, പ്രശ്നം കഴിഞ്ഞു. പക്ഷെ ഇവരെന്താ ചെയ്യല്? ഇവര് മൈക്ക് കിട്ടിയ പറയും നബിദിനാഘോഷം ശിർക്കാണ്, അത് കുഫറാണ്, അത് ബിദ്അത്താണ്. എത്രത്തോളം വിഗ്രഹാരാധകർ തുടങ്ങി വെച്ച സംരംഭമാണ് അത്രയും നബിദിനാഘോഷം. ഇവ പ്രസംഗിക്കുന്നതൊക്കെയാണ്. എന്തൊക്കെയാ പ്രസംഗിക്കുന്ന അറിയോ? ഞാൻ മിനിഞ്ഞാന്ന് ഒരു മൗലവിയുടെ പ്രസംഗം കേട്ടു. എന്തായാലും പറഞ്ഞറിയോ? അള്ളാഹ് റസൂലിനെ സ്നേഹിക്കാം, പക്ഷേ നബിയുടെ റാത്തിനെ അല്ല സ്നേഹിക്കുന്നത്, ആ നുബൂവത്തിനെയാണ് സ്നേഹിക്കുന്നത്. റാത്തിനെ സ്നേഹിക്കാൻ പാടില്ല. എന്ത് വാദാണത്? എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? സഹാബത്തൊക്കെ എത്രയാ പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. അവിടുന്ന് തുപ്പുമ്പോഴേക്കും സഹാബത്ത് പോയി കൈ നീട്ടുകയാണ്. കേട്ടോ, ആ റാത്തിന് വരുന്ന തുപ്പിനീരിന് പോലും പ്രാധാന്യം കൊടുക്കുന്നു. സഹാബത്ത് പോയി കൈ നീട്ടുകയാണ്. എന്നിട്ട് ആ തുപ്പുനീര് കൈകൊണ്ട് നിരത്തുന്നു. മുഖത്ത് പുരട്ടുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. സഹാബത്ത് അങ്ങനെയാണ് കണ്ടത്. ഒന്നുണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഒന്നുണ്ടാക്കി കഴിയുമ്പോഴേക്കും ആ ബുഖാരി തങ്ങൾ കാണാം, സഹാബത്ത് ചെല്ലുന്നു ആ വെള്ളത്തിന് വേണ്ടി യുദ്ധത്തിന്റെ വക്കിലെത്തും. നമ്മൾ ഈ ബദരീങ്ങളാണ്ടിന്റെ ചോറിന് തിരക്കൂട്ടില്ലേ, ഇറച്ചിക്ക് തിരക്കൂട്ടില്ലേ? എന്താ വീട്ടിൽ ചോറില്ലാത്തോണ്ടാ? അല്ലല്ലോ, അതിനൊരു പ്രാധാന്യമുണ്ട്. സഹാബത്ത് ചൊല്ലുന്നു, ഉണ്ണിനബിയുടെ തിരുകരങ്ങളിലൂടെ വരുന്ന വെള്ളമെന്ന് കിട്ടാൻ സഹാബത്ത് തിരക്കൂട്ടുകയാണ്. കിട്ടിയവരോ ശരീരത്തിൽ പുരട്ടുന്നു, കിട്ടാത്തവരോ കിട്ടിയവരെ കൈ പോയി തൊട്ടിട്ട് അതെടുത്ത് തീർക്കുന്നു. എന്നിട്ട് പറയാ, നബി എന്ത് ദാത്ത് സാധാ മനുഷ്യൻ. അങ്ങനെയാണോ? അല്ലല്ലോ. മുഹമ്മദുൻ ബശറുൻ ലക്കൽ ബശരി യഖൂതു ഹജറുൻ ലക്കൽ ഹജരി. മുഹമ്മദ് നബി മനുഷ്യനാണോ? അതേ മനുഷ്യനാണ്. പക്ഷേ ലക്കൽ ബശർ, ആരല്ല? സാധാരണ മനുഷ്യനല്ല. അവിടുത്തെ എന്താണ് സാധാരണ ഉള്ളത്? കണ്ണ് സാധാരണയാണോ? അല്ല. കൈ സാധാരണയാണോ? അല്ല. കാത് സാധാരണയാണോ? അല്ല. എന്തിന്? ആ ശരീരത്തിലൂടെ ഉത്ഭവിച്ചു വരുന്ന വിയർപ്പ് പോലും സാധാരണയാണോ? അല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലില്ലേ, നബി ഇങ്ങനെ ഉച്ച ഉറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുക, കൈലൂരത്തിന്റെ ഉറക്കം, നല്ല വിയർപ്പാണ്. അപ്പോഴാ മുസ്ലിം ഞങ്ങളത് കാണുന്നത്, ഒരു കത്തി കൊണ്ടുവരുന്നു, കുപ്പി കൊണ്ടുവരുന്നു. ആ കത്തി കൊണ്ട് കുപ്പിയിലേക്ക് വിയർപ്പ് ഇങ്ങനെ ശേഖരിക്കുകയാണ്. അപ്പൊ പുണ്യനബി ഞെട്ടിയും ചോദിച്ചു, ഉമ്മുസ്ലിം, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ മുസ്ലിം ഞങ്ങളുടെ മറുപടി, നബിയെ ഇത് അങ്ങയുടെ വിയർപ്പാണ്. 2 ഗുണം ഇതുകൊണ്ടുണ്ട്. 2 ഗുണമുണ്ട്. എന്താ 2 ഗുണങ്ങളെന്നറിയോ? ഒന്ന്, നബിയെ ഞങ്ങൾ കുട്ടികൾക്ക് രോഗം ഉണ്ടാകുമ്പോ തൊട്ട് കൊടുത്താൽ ബറക്കത്താണ്. നബിയെ ഏറ്റവും നല്ല സുഗന്ധമാണിത്. കസ്തൂരിയേക്കാൾ, അംബറിനേക്കാൾ ലോകത്തിന് എന്തൊക്കെ അത്തറുകളുണ്ടോ, സുഗന്ധങ്ങളുണ്ടോ, അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല സ്മെല്ലുള്ളത് അങ്ങയുടെ ഈ വേർപ്പിനാണ്. സഹാബത്ത് അങ്ങനെയാണ് സ്നേഹിച്ചത്. അങ്ങനെയായിരുന്നു അവരുടെ സ്നേഹം, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അള്ളാഹു നമുക്ക് ആ മഹബത്തിൽ കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തതാണ് ഈ സമസ്ത ഉണ്ടായതുകൊണ്ട്. അല്ലെ നമ്മളൊക്കെ വിശ്വസിച്ചു പോകൂലേ? നമ്മളൊക്കെ അതിൽ പെട്ടുപോകൂലേ? അള്ളാഹു നമ്മളെ രക്ഷിച്ചതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവരൊക്കെ ഈ പ്രസ്ഥാനങ്ങൾക്ക്, ജമാഅത്ത് ഇസ്ലാമി ചെറിയ സാധനമല്ല അതൊക്കെ. അവരെന്താ എഴുതി വെച്ചു പുണ്യനബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് എഴുതി വെച്ചെന്തറിയോ? അവരെ പ്രബോധനത്തിൽ എഴുതി വെച്ചു, എന്തിനാണ് മുഹമ്മദ് നബിയെ മറവ് ചെയ്തത്?
ചോദ്യത്തിന് മറുപടി അവരെഴുതാണ് പുറത്തു വെച്ചിരുന്നെങ്കിൽ ജീർണിക്കുമായിരുന്നു. ആര് ജീർണിക്കും? ആര് ജീർണിക്കുന്ന പറയുന്നത്? അഷ്റഫുൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിയുടെ ശരീരം ജീർണിക്കുമത്രേ. ജീർണിച്ചിട്ട് ആ ദുർഗന്ധം അടിച്ചു വീശും. ആ ദുർഗന്ധം അടിച്ചു വീശുമ്പോൾ പരിസരത്തുള്ള ആളുകൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്രേ മുത്തുനബിയെ മറവ് ചെയ്തത്. എഴുതി വെച്ചതാരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനമാണ്. എങ്ങനെ കോംപ്രമൈസ്? എങ്ങനെ കഴിയും നമുക്ക് ഇവരോട് കൊടുക്കാൻ? എന്താണ് ആ പറഞ്ഞ വാക്കൊക്കെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ തിരുശരീരം ജീർണിക്കുമത്രേ, ദുർഗന്ധം അടിക്കുമത്രേ. പുണ്യനബി പോലും പറഞ്ഞ വാക്കെന്താ? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. ഇല്ല നബിയേ, അങ്ങയുടെ ശരീരം ഒരിക്കലും തന്നെ മണ്ണ് തിന്നുകയില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയെന്നാ പറഞ്ഞത്. അവിടുത്തെ ശരീരത്തിൽ ഒരു പുഴുക്കൾ കയറില്ല, അത് ജീർണിക്കില്ല. അത് എങ്ങനെയാണോ മറവച്ചത് അങ്ങനെ തന്നെ എന്നുണ്ട്. അത് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഇല്ലേ? എല്ലാം കാണുന്നില്ലേ? ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം രേഖപ്പെടുത്തിയില്ലേ? മദീനയിൽ ഹർറാ കലാപമുണ്ടായി. മദീനയിൽ വലിയൊരു കലാപമുണ്ടായി. ആഭ്യന്തര പ്രശ്നം മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായി. സ്വാഭാവികമാണ്. അന്ന് വലിയ പ്രശ്നമുണ്ടായി. മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോലും ആളില്ല. ആ സമയത്ത് സയ്യിദു താബിഈൻ സഈദ് മുസയ്യിബ് റളിയല്ലാഹു പറയാണ്, കുന്തു ജാലിസൻ ഇൻദ ഖബരിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുത്തുനബിയുടെ ഖബറിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരൊക്കെ അങ്ങനെ ഇരുന്നു. അവർക്ക് വിഷമമുണ്ടാകുമ്പോൾ അവിടെ അങ്ങനെ പോയിരിക്കും. നമുക്കവിടെ പോകാൻ ഭാഗ്യം നൽകട്ടെ. ഒന്ന് മനസ്സറിഞ്ഞാൽ പറയൂ, അല്ലാഹു ഈ പുണ്യ മദീനയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അവിടെ പോയി ഇരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ പോയിരിക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. സഈദ് തങ്ങൾ പറയാൻ, ഞാനിങ്ങനെ അവിടെ ഇരിക്കാൻ, ബാങ്ക് കൊടുക്കാൻ ആളില്ല, പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ആളില്ല, ബാങ്കിന്റെ സമയമായി. അപ്പോഴതാ മദീനത്തെ പള്ളിയിൽ നിന്ന് മുത്തുനബിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് സമയത്തുൽ അദാൻ ഞാൻ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് ജീർണിച്ചു പോണ സാധനമാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഇന്നും ഖബറിൽ കടന്നിട്ട് പുറത്തുള്ള കാര്യം അറിയുന്നു, അതനുസരിച്ചുകൊണ്ട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തബ്ലീഗ് ജമാഅത്ത് എഴുതി വെച്ചെന്തെന്നറിയോ? മുത്തുനബി കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ കാഫിറായി പോകും. ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ടീമുകളാണോ? മുത്തുനബി ഒന്ന് വിളിച്ചാൽ, എന്ത് വിളിച്ചാൽ? യാ റസൂലല്ലാഹ്. പുണ്യനബി കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ കാഫിറായി പോകും. അങ്ങനെയുള്ള സഹാബത്ത് കാഫിറ എന്ന് പറയേണ്ടി വരില്ലേ? താബിഈങ്ങളെ കുറിച്ച് പലരെ കുറിച്ചും കാഫിറ എന്ന് പറയേണ്ടി വരില്ലേ? ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ ഖബറിനരികിൽ പോയില്ലേ? പൊട്ടിക്കരഞ്ഞില്ലേ? വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, നബിയേ ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുകബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി. നബിയേ, പാവം മുഹമ്മദുൽ കബീർ ബഗ്ദാദിൽ നിന്ന് അങ്ങിലേക്ക് സലാം പറയാറുണ്ട്, സലാത്ത് ചൊല്ലാറുണ്ട്, അങ്ങ് സലാം മടക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നേരിട്ട് ഞാൻ വന്നിരിക്കുന്നു, എനിക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ കയ്യൊന്ന് കിട്ടണം നബിയെ. നബിയെ, ആ കയ്യൊന്ന് പുറത്തേക്ക് തരണം. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഉറക്കനെ പറയൂ, അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയെ, ആ കയ്യൊന്ന് പുറത്തേക്ക് തരണം. പറയേണ്ട താമസം കൈ പുറത്തേക്ക് വരുന്നു. അഹമ്മദുൽ കബീർ തങ്ങള് ആ കൈകൾ തുരുതുരാ ചുംബിക്കുന്നു, കൈ ഉള്ളിലേക്ക് ഉൾവിരിഞ്ഞു പോകുന്നു. പറയേണ്ടി വരില്ലേ അഹമ്മദുൽ കബീർ തങ്ങൾ കാഫിറാണെന്ന്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ ആരോപിക്കണതൊക്കെ ഷിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്. നബിദിനാഘോഷം വിഗ്രഹാരാധകരുണ്ടാക്കിയ പരിപാടിയാണ്. കേൾക്കുന്നു അദ്ദേഹം പറയുന്നത്. ഈജിപ്തിലെ ഫറോവമാര് കൊണ്ടുവന്നിട്ടുള്ള വിഗ്രഹാരാധകരായ, അഗ്നി ആരാധകരായ, സൂര്യാരാധകരായ ആളുകൾ കൊണ്ടുവന്ന ഒരു ഏർപ്പാടല്ലേ ജന്മദിനം ആഘോഷം എന്നത്. അത് പ്രവാചകന്മാരുടേതാകട്ടെ, മഹാന്മാരുടേതാകട്ടെ, സാധാരണക്കാരുടേതാകട്ടെ,
മുസ്ലിം ഉമ്മത്തിന് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ജന്മദിനാഘോഷം എന്നുള്ളത്. കണ്ടോ ഇസ്ലാമിൽ എന്താ പറഞ്ഞത്? വിഗ്രാരാധകർ കൊണ്ടുവന്ന പരിപാടിയാണ് നബിദിനാഘോഷം. മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും പാടില്ല. എങ്ങനെ മുഅ്മിനീങ്ങൾ ഇവരൊക്കെ പിന്നാലെ നമുക്ക് ഓടാൻ കഴിയാം? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഈ വിഷയത്തിൽ പൂർവികരെ കാഴ്ചപ്പാടെന്താ? എന്തായിരുന്നു ഇമാമിയങ്ങളെ കാഴ്ചപ്പാട്? ഇമാമിയങ്ങളൊക്കെ പറഞ്ഞ നബിദിനാഘോഷം ഷിർക്കാണെന്നാണോ? അല്ലല്ലോ. ഒരൊറ്റ ഇമാമ പോലും പറഞ്ഞിട്ടില്ല നബിദിനാഘോഷം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, കുഫ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പൂർവികരായ ഇമാമിങ്ങൾ പറഞ്ഞ വാക്കെന്താ? നബിദിനാഘോഷം അത് നിർവഹിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുന്ന പറഞ്ഞത്, അതിന് കൂലി കിട്ടുമെന്നാ പറഞ്ഞത്, അതിന് പടച്ചോനെടുക്കൽ വലിയ കൂലി ഉണ്ടെന്നാ പറഞ്ഞത്. ഇമാമിങ്ങൾ വാക്ക് നോക്കുങ്ങൾ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ അതിന് പടച്ചോനത്ത് കൂലി കിട്ടും, അതിന് കൂലിയുണ്ട്. അത് പുണ്യമുള്ള കാര്യമാണ്. ഇസ്തഹബ്ബുലനാ, നമുക്ക് പുണ്യമുള്ള കാര്യമാണ്. മുത്തുനബിയോടുള്ള ആ മുത്തുനബി അള്ളാഹു നമുക്ക് നൽകിയതിലുള്ള നന്ദി പ്രകടനം അത് പുണ്യമുള്ള കാര്യമാണ്. ഇതല്ലേ ഇമാമിങ്ങൾ ഇത് ചൂരാളല്ല. എത്ര ഇമാമിങ്ങൾ, ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ടാ, എത്ര ഇമാമിങ്ങൾ എഴുതി വെച്ചു. അപ്പൊ പറയും അള്ളാഹ് റസൂൽ നബിദിനം ആഘോഷിച്ചിട്ടില്ല. നബിന് അള്ളാഹ് റസൂൽ മലയാളത്തിൽ ഖുതുബോദിക്കുന്നു, അള്ളാഹ് റസൂൽ മലയാളത്തിൽ ഖുതുബോദിക്കുന്നു. അവർ അല്ല, അത് നബിത്തങ്ങൾ മലയാളത്തിൽ ഓതിയിട്ടുള്ള ശരിയാണ്. പക്ഷെ ഞങ്ങൾ മലയാളം അറബി ഉണ്ടോണ്ട് കുഴപ്പമില്ല, മലയാളം മാത്രമായാലും വിധേയത്താവുള്ളൂ. ഇപ്പൊ പുതിയൊരു വാദം കേട്ടോളൂ, നിങ്ങളെ നാട്ടുകാരും പ്രസംഗിച്ചതാ. ഉന്നയിക്കപ്പെട്ട ചോദ്യം, നബിദിനാഘോഷം ബിദ്അത്താണെങ്കിൽ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് ബിദ്അത്താണ് എന്ന് പറയേണ്ടി വരില്ലേ എന്നാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് മലയാളത്തിൽ മാത്രമാണ് ഖുതുബ നിർവഹിക്കുന്നത്, വെള്ളിയാഴ്ച ജുമഅയിലെ ഖുതുബ മലയാളത്തിൽ മാത്രമാണ് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് നിർവഹിക്കുന്നത്, അതല്ലെങ്കിൽ തുർക്കി ഭാഷയിൽ മാത്രമാണ് നിർവഹിക്കുന്നത്, മുസ്തഫ കമാൽ ഭാഷയൊക്കെ കൊണ്ടുവന്നതുപോലെ ഉള്ള അത്തരമൊരു രൂപത്തിൽ തുർക്കി ഭാഷയിൽ മാത്രം അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം ഇംഗ്ലീഷിൽ മാത്രം ആണ് നിർവഹിക്കുന്നതെങ്കിൽ അത് ബിദ്അത്താണ്, സംശയമൊന്നുമില്ല. എന്താ മലയാളത്തിൽ മാത്രം നിർവഹിക്കുന്ന ബിദ്അത്താണ്? ഞങ്ങൾ മലയാളം അറബി കൂട്ടിയിട്ടാണ്. അങ്ങനെ മാനദണ്ഡം എന്താ? അള്ളാഹുവിന്റെ റസൂൽ മലയാളത്തിൽ അറബിയിൽ ഖുതുബ ഓതിക്കുന്നു. അങ്ങനെയുണ്ട്. നബിന്റെ കാലത്ത് നബിത്തങ്ങൾ ഇങ്ങനെ മെമ്പർമാർക്ക് അൽഹംദുലില്ലാഹ്, ദൈവത്തിന് സ്വത്രം, അങ്ങനെ പരിപാടി നബിയില്ലല്ലോ. അള്ളാഹു റസൂൽ എങ്ങനെ ഓതിയത്? ഇമാം നബവി തങ്ങൾ പറഞ്ഞല്ലേ, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി വകാന യഖ്തുബു ബിൽ അറബിയ്യ. നബിത്തങ്ങൾ അറബിയിലെ ഖുതുബ ഓതിയിട്ടുള്ളൂ. അറബിയിൽ മുഴുവനും, കുറഞ്ഞ ഭാഗം അറബി, കുറഞ്ഞ മലയാളം, കുറഞ്ഞ ഭാഗം അറബി, കുറഞ്ഞ ഭാഗം ഇംഗ്ലീഷ്, കുറഞ്ഞ ഭാഗം അറബി, കുറഞ്ഞ ഭാഗം ഉറുദു. ഇല്ല, പുണ്യനബിത്തങ്ങൾ ഓതിയത് മുഴുവൻ അറബിയിലാണ്. അതുകൊണ്ടാ കെ മൗലവി പോലും പറഞ്ഞത് മുത്തുനബി മാത്രമല്ല, അന്ന സഹാബത്ത വത്താബിഈന വത്താബിഈ താബിഈന ഹീനമാ യഖ്തുബൂന ഖുത്ബത്തൽ മശ്റൂഅ. നബിയല്ല, സഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഇവരാരും തന്നെ ഖുത്ബ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടേ ഇല്ല. അപ്പോ കെ മൗലവിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഖുത്ബ ഏത് ഭാഷയിൽ ഓതണം? ഏത് ഭാഷയിൽ ഓതണം? അറബിയിൽ ഓതണം. കാരണം കെ മൗലവി ലാസ്റ്റ് പറഞ്ഞ വാക്ക് എങ്ങനെയാ? വലി അജ്ലി ഹാദിഹിൽ നുസൂൽ വലി അജ്ലി ആദിഹിൽ നുസൂൽ നഖൂലു അന്നൽ ഖുത്ബത അർകാനഹാ വതവാബിഹ കുല്ലഹാ ബിൽ അറബിയ്യ. ഖുത്ബ അതിന്റെ ഫർളുകളും അനുബന്ധങ്ങളും ഒക്കെ അറബിയിലായിരിക്കണം. കണ്ടോ? ഇനി മൗലൂദ് ആഘോഷോ കെ മൗലവി ആഘോഷിച്ചിട്ടില്ലേ? എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പം ഇവർക്കില്ല. ഇവർക്ക് നമ്മൾ ആഘോഷം മാത്രമേ പ്രശ്നമുള്ളൂ. ഇവരെ സ്വന്തം നേതാക്കന്മാരുടെ പേരിൽ മൗലൂദ് ചെയ്യലോ ഒരു കുഴപ്പമില്ല. അതൊരു ഓതി നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? സമയമായി, എല്ലാവരും ഭക്ഷണത്തിന് പോകാനായി. കെ എം മൗലവി ഉമർ മൗലവി മരണപ്പെട്ടപ്പോ ഉമർ മൗലവിയുടെ പേരിൽ അറബിയിലും മൗലൂദ് ഓതി, മലയാളത്തിലും ഓതി. രണ്ടും പാടെ ഓതാൻ നമുക്ക് സമയമില്ല, മലയാളത്തിൽ ഓതിയിട്ട് പിരിയാം. ഉമർ മൗലവി മരണപ്പെട്ടു. കണ്ടോ നിങ്ങള്? ഉമർ മൗലവി മരണപ്പെട്ടപ്പോ മലയാളത്തിൽ നമ്മൾ മുഹിദ്ദിമാല ഉണ്ടാക്കുന്ന പോലെ മാല ഉണ്ടാക്കി. അല്ല, മുഹിദ്ദിമാല ഉണ്ടാക്കാം. അല്ലാ തിരുഫേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. അതേ ഈണത്ത് നോക്കൂ നിങ്ങൾ. സ്വർഗത്തിലേക്കു കുതിച്ചു ചേതേന വേദന ശാന്തി തൻ സായുജ്യം നാകുവാൻ കേഴുന്നു കേരള
മക്കൾ നിനക്കോരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. മുറമൊലിയോട് വിളിച്ചു പറയാണേ, മരണപ്പെട്ട മുറവിൽ വിളിച്ചിട്ട് മുറമൊലിവെ ഞങ്ങൾ പോയി, ഈ രണ്ടാമതൊരാളെ ഞങ്ങൾക്ക് വേറല്ല. ഇനി കേട്ടോളൂ, മലയാള മണ്ണിനെ സൗഭാഗ്യമായി നീ മൂന്നാമൂമറായി ജീവിച്ച നാളുകൾ. മലയാളക്കാർക്ക് അള്ളാഹു നൽകിയ മൂന്നാമത്തെ ഉമർ, ഒന്നാമത്തെ ഉമറാരാ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഉമറാരാ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ ഉമറാരാ? കെ ഉമർ റ. ഈ ഉമർ മൗലവി മൂന്നാമത്തെ ഉമറാണ്. മഅദല്ലാഹ്, റബ്ബ് കേക്കട്ടെ. ഇനി കേട്ടോളൂ, പരശുരാമന്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഗുരു. ദക്ഷിണ കേരളം ഉണ്ടായത് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണെങ്കിൽ, ഞങ്ങളുടെ മലബാറും വടക്കൊക്കെ ഉണ്ടായത് ഉമർ മൗലവി എറിഞ്ഞിട്ടാണ്. ഇത് എവിടെ എറിഞ്ഞ നമുക്കറിയില്ല കേട്ടോ. ഇനി അതൊന്നല്ല രസം കേട്ടോളൂ. സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കേവേ എങ്ങനെ അങ്ങ് സമ്പാദിച്ചു ഭൂമിയെ. ഉമർ മൗലവി സ്വർഗലോകങ്ങളെ കയ്യിന്റെ ഉള്ളിലായിരുന്നു. പടച്ചറപ്പേ, മൊഹിദ്ദീൻ ഷാ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മൊഹിദ്ദീൻ ഷാ പറഞ്ഞത്, എന്റെ മോരിദാരോ നരകത്തിലെല്ലാം നരകത്തെ കാക്കുമ്മ ലക്ക് പറഞ്ഞോവാർ. അപ്പൊ കേൾക്കുകയാണെ, ഔ എന്താ മുഹീദ്ദീൻ ഷേഖിന്റെ മുരീദന്മാര് നരകത്തിലെന്ന് പറയാൻ? മുഹീദ്ദീൻ ഷേഖിന്റെ കയ്യിലാണോ സ്വർഗം, കയ്യിലാണോ നരകം എന്നൊക്കെ ചോദിച്ച ആളുകൾ ഇപ്പൊ അവർ പറഞ്ഞു വാക്കുന്നത് എന്താ പറയുന്നത്? സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കേവേ എങ്ങനെ അങ്ങ് സമ്പാദിച്ചു ഭൂമിയെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അറബി മൗലൂദിന് നമുക്ക് സമയമില്ല, പിന്നെ ദിവസം പാടാം. അള്ളാഹു സുബ്ഹാനഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ആ പാരമ്പര്യത്തിൽ നിൽക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം റബ്ബ് നമുക്ക് നൽകിയ നിഅമത്താണ്. റബ്ബ് നമുക്ക് നൽകിയത്. സയ്യിദുൽ ഉലമ ചെറുതൊന്നുമല്ല. ബഹുമാനപ്പെട്ട കുമ്പോലി തങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കറിയാം. പല സയ്യിദന്മാരും വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജിഫ്രി തങ്ങളെ മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഞമ്മക്കിപ്പോഴും തിരിഞ്ഞിട്ടില്ല. നമുക്കൊരു തങ്ങള് അവിടെ നിന്നൊക്കെ മാറി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ